എൻ്റെ രണ്ടാമത്തെ ചിത്രമാണ് ഓടരുതമ്മാവ ആളറിയാം. അതിൻ്റെ തിരക്കഥാകൃത്തായിരുന്നു ശ്രീനിവാസൻ. അന്ന് തുടങ്ങിയ ഒരു ആത്മബന്ധമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു കൂട്ടുകാരൻ, ഒരു സഹോദരൻ, അതിനപ്പുറം ഒരു ഗുരുസ്ഥാനത്ത് കാണേണ്ട ഒരു വ്യക്തിത്വമാണ് ശ്രീനിവാസൻ. ശ്രീനിവാസൻ്റെ പ്രസക്തിയെക്കുറിച്ചും പ്രാധാന്യത്തെക്കുറിച്ചും ഞാൻ പറയേണ്ട കാര്യമില്ല. അത് മലയാളം വായിച്ചറിഞ്ഞിട്ടുള്ള കാര്യമാണ്, അനുഭവിച്ചറിഞ്ഞിട്ടുള്ള കാര്യമാണ്. എന്നാൽ ഒരു കാര്യം പറയാം, മലയാള സിനിമയിലെ ഹാസ്യത്തിൻ്റെ നിലവാരം ഉയർത്തുന്നതിൽ ശ്രീനിവാസൻ വഹിച്ചിട്ടുള്ള പങ്കെന്ന് പറയുന്നത് വളരെ വലുതാണ്. അശ്ലീല ചൊവ്വയുള്ള, ഡബിൾ മീനിങ് ഉള്ള ഒരു സംഭാഷണം പോലും അദ്ദേഹം ജീവിതത്തിൽ ഇതുവരെ എഴുതിയിട്ടില്ല. ഒരു എന്താ പറയുക, തലച്ചോറിൻ്റെ ഹാസ്യമാണ്. ഒരുപാട് ആലോചിച്ചിട്ട് എഴുതുന്ന ഹാസ്യമാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ റൂമിൽ പോകുമ്പോൾ പലപ്പോഴും കണ്ടിട്ടുള്ളത് പേപ്പർ ചുരുട്ടുകുറ്റി അവിടെ നിലത്ത് കിടക്കുന്നതാണ്. എഴുതി റിഫൈൻഡാക്കി കോമഡി സീൻ എഴുതാനാണ് ഏറ്റവും ബുദ്ധിമുട്ടെന്നാണ് അദ്ദേഹം പറയാറുള്ളത്. എന്നാൽ ഇമോഷണലായിട്ടുള്ള സീൻസ് അത് ഹൃദയം കൊണ്ട് അദ്ദേഹം എഴുതും, പെട്ടെന്ന് എഴുതും, അത് സീൻ റെഡിയാണ്. പിന്നെ അത്ഭുതകരമായിട്ടുള്ള കഴിവെന്ന് പറയുന്നത് സീൻ ഓർഡർ എന്നുള്ളത് 1 to 100 ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഡയലോഗ്സ് എഴുതിയിട്ടുണ്ടാവില്ല. ആദ്യ ദിവസം എഴുതുന്നത് ചിലപ്പോൾ 100ാമത്തെ അല്ലെങ്കിൽ 98ാമത്തെ സീനിൻ്റെ ഡയലോഗ്സ് എഴുതും. അത്രയ്ക്ക് മനസ്സിൽ പതിപ്പിച്ചാണ് എഴുതുന്നത്. അപ്പോൾ പ്രേക്ഷകരുടെ നിലവാരം ഉയർത്തുന്നതിൽ ശ്രീനിവാസൻ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ശ്രീനിവാസൻ എന്ന് പറഞ്ഞാൽ, ശ്രീനിവാസൻ്റെ ഹാസ്യം എന്ന് പറയാൻ നേരത്ത് അതേപോലെ ഒരു ഹാസ്യമില്ല. അപ്പം മലയാളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ജീനിയസുകളിൽ ഒരാളാണ്. ഈ പ്രേക്ഷകരുടെ നിലവാരം ഉയർത്തുന്ന പ്രതിഭകൾ അത് അപൂർവമേ മലയാള സിനിമയിലുള്ളൂ. അവരുടെ കൂട്ടത്തിൽ എന്തുകൊണ്ടും ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് ശ്രീനിവാസൻ്റേത്. അദ്ദേഹം എടുത്തിട്ടുള്ള എഫേർട്സ്, അദ്ദേഹം എടുത്തിട്ടുള്ള പെയിൻസ്, ഒരു പരിധിവരെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തെ തന്നെ ബാധിക്കുന്നത് ഈ കോമഡി സീനൊക്കെ എഴുതുമ്പോൾ ഈ സിഗരറ്റ് ഇങ്ങനെ പുകച്ച് തള്ളുമായിരുന്നു. എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഞാനുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. അത്ര ആത്മബന്ധമുണ്ട്. കാരണം എന്നെ സിനിമ ഒരു നടനാക്കുന്നതിൽ 3 പേര് പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇന്നസെൻ്റ് ഏട്ടൻ, നെടുമുടി വേണുചേട്ടൻ, ശ്രീനിവാസൻ. ഇവർ അഭിനയത്തെക്കുറിച്ചും, ശ്രീനിവാസനാണ് എന്നെ ഒരു കഥാകൃത്താക്കിയത്, എന്നെ ഒരു തിരക്കഥാകൃത്താക്കിയത്. അതിനുവേണ്ടിയുള്ള ബാലപാഠങ്ങൾ എനിക്ക് പറഞ്ഞു തന്നത് ശ്രീനിവാസനാണ്. അപ്പോൾ ശ്രീനിവാസൻ്റെ ഒരു ബോൾഡ് അപ്രോച്ച് ഏത് കാര്യത്തിനും, ഒരു സോഷ്യലായിട്ടുള്ള ഒരു ആസ്പെക്റ്റ്, ഒരു സാംസ്കാരിക നായകനെന്ന് നമ്മൾ യഥാർത്ഥത്തിൽ എന്തുകൊണ്ടും വിളിക്കാൻ അർഹതയുള്ള ഒരു വ്യക്തിത്വമായിരുന്നു ശ്രീനിവാസൻ. അദ്ദേഹത്തിന് ബോൾഡാണ്. എനിക്കൊക്കെ ആണെങ്കിൽ ഞാനൊക്കെ എപ്പോഴും ഡിപ്ലോമസിയുടെ ഒരു പാതയാണ് എപ്പോഴും കൈക്കൊള്ളാറുള്ളത്. ഞാൻ പറഞ്ഞാൽ, അങ്ങനെ പറഞ്ഞാൽ അവരെന്ത് വിചാരിക്കും എന്നുള്ളൊരു ചിന്ത എന്നെ ഒരു നയിക്കുമായിരുന്നു. ശ്രീനിവാസൻ അങ്ങനെ ഒരു ചിന്തയില്ല. ശ്രീനിവാസൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഒരു കാര്യം തോന്നിക്കഴിഞ്ഞാൽ അത് പറയും. സമൂഹത്തിൽ ഏത് പാർട്ടിയുടെ എതിർപ്പ് ക്ഷണിച്ചു വരുത്തിയാലും വേണ്ടില്ല, ഏത് പ്രസ്ഥാനത്തിൻ്റെ എതിർപ്പ് ക്ഷണിച്ചു വരുത്തിയാലും വേണ്ടില്ല, തനിക്ക് പറയാനുള്ളത് വ്യക്തമായിട്ട് പറയുക, ആർജവത്തോടെ പറയുക.